ചേട്ടാ നമസ്കാരം. നമസ്കാരം. കശ്മീരിൽ ഇന്ത്യൻ സൈന്യം തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ കശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം, കശ്മീർ പൂർണ്ണമായും അടച്ചു. 45 പ്രദേശങ്ങൾ കശ്മീരിലെ പൂർണ്ണമായും അടച്ച് സൈന്യം അതിനകത്ത് എന്ത് ചെയ്യുകയാണെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ രാവിലത്തെ വാർത്ത കാണുമ്പോൾ പറയാമല്ലോ, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ കുറച്ച് വിശ്വാസയോഗ്യമുള്ള പത്രം അല്ലെങ്കിൽ സാറ്റലൈറ്റ് മാധ്യമം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റാണ്. ഞാൻ അതാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജോഷി കുര്യൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിലും എനിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പ്രശ്നം, കശ്മീരിൽ സൈന്യത്തിന്റെ ഒരു വമ്പൻ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കശ്മീരിൽ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള കശ്മീരികളെ പിടിച്ചു കഴിഞ്ഞു. 150 പേര് അറസ്റ്റിലായി എന്നുള്ളതാണ്. ഈ ഭീകരർ പോയിരിക്കുന്നത് ഈ കശ്മീരി പഹൽഗാമിന്റെ അവിടെ നിന്നുള്ള വനമേഖലയിലേക്കാണ് ഭീകരർ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് സൈന്യത്തിന് ഈ നടപടി ഏറ്റവും ദുഷ്കരമാക്കി മാറ്റുന്നത്. കാരണം ഈ വനത്തിനകത്ത് കയറുമ്പോൾ വനത്തിന്റെ ടെറൈനും വനത്തിനകത്തുള്ള ആ ഒരു ഭൂപ്രകൃതിയും എല്ലാം ഈ ഭീകരർക്കും സൈന്യത്തിനും രണ്ടുപേർക്കും വലിയ ദുഷ്കരമാക്കുന്നുണ്ട്. അവരുടെ ഓരോരോ പ്രവർത്തികൾ നടത്താനായിട്ട് എന്നുള്ളത് വലിയ സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആവേശകുമാരന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭീകരർ എപ്പോഴും കാട്ടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു, കാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആ കാടങ്ങ് വെട്ടിത്തളിച്ചാൽ പോരെ, അല്ലെങ്കിൽ ആ കാടിന്റെ മുകളിൽ കൂടെ ബോംബിട്ടാ പോരെ എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ആ കാട് അപ്പോ ആവേശകുമാരന്മാരെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവര് ചോദ്യത്തിൽ ന്യായമുണ്ട്. അതൊരു മണ്ടൻ ചോദ്യമാണെങ്കിലും സാധാരണ ഒരാൾക്ക് അത് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ കാടുന്ന വെട്ടിത്തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ഭീകരരെ പിന്നെ കാണാൻ പറ്റും, അവരെ ആക്രമിക്കാൻ പറ്റും, പിന്നെ കാട്ടിനകത്തേക്ക് പോകണ്ട, പുറത്തു നിന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു സംശയങ്ങൾ ഇവർക്കുള്ളിൽ ഉടലെടുക്കുന്നുണ്ട്. ഈ കാടിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ സൈന്യം ഈ കാട്ടിനകത്തേക്ക് ഇരച്ചു കയറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഈ ഭീകരരെ ജീവനോടെ പിടിക്കണമെന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. എന്താണ് തോന്നുന്നത് ഈ സംഭവത്തിൽ? ഈ കാടുമായി ബന്ധപ്പെട്ട് ഈ കാട് വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരുമോ? ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ എല്ലാവരും ചോദിക്കും ചോദ്യം, ധനുഷ് ചോദിച്ച ചോദ്യം എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ചോദ്യം. ഞാനിത് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനോട് തന്നെ ചോദിച്ചിട്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്തത്. എന്താണ് ഇത്, എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനും പലപ്പോഴും വിചാരിക്കും ഈ കാട്ടിനുള്ളിലാണെങ്കിൽ അതിന്റെ മുകളിൽ കൊണ്ടൊരു ബോംബ് ഇട്ടാൽ പോരെ, കുമാരനെ ചത്തുപോയില്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷെ പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഭൂപ്രകൃതി അല്ല അവിടെ ഉള്ളത്. ഈ മലയുടെ മടക്കുകളുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ദേവദാരു പൈ എന്ന് പറയുന്ന മരങ്ങൾ ഇടതൂർന്ന് വളർന്നിരിക്കുന്നത്. വലിയ തിക്കായിട്ടുള്ള കാടാണ്. നമ്മുടെ സൈന്യത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതിനുള്ളില് ഗുജ്ജറുകൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അതിന്റെ സൈഡുകളിൽ പഹാരികൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അത് നമ്മുടെ ലോക്കൽ നാട്ടുകാരാണത്. അപ്പൊ അവരുടെ തന്നെ ഏരിയാസ് ഉണ്ട് താമസിക്കുന്നത് ഈ വനത്തിനുള്ളിൽ. കാരണം അവർ വനവിഭവങ്ങൾ ശേഖരിച്ച് ഈ ആളുകളെ മറ്റും മേയ്ക്കാൻ കൊണ്ടുപോയിട്ടും ഒക്കെയാണ് അത് ജീവിക്കുന്നത്. ഇവര് ഇങ്ങനെയുള്ള വീടുകളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഭീകരവാദികൾ ഇടയ്ക്ക് തോക്ക് ചൂണ്ടി, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, വാർത്ത കേട്ടിരുന്നു, തോക്ക് ചൂണ്ടി ഇവരുടെ വീട്ടിൽ നിന്ന് അതായത് ഭക്ഷണവും മറ്റും വനത്തിനകത്ത് താമസിക്കുന്ന വനവാസികളാണോ ഇവരൊക്കെ? വനവാസികൾ ആയിട്ടുള്ള ഒരു വിഭാഗം, ഗോത്രവർഗ വിഭാഗം. അതായത് ഈ കൊടുങ്കാട്ടിനകത്ത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ? നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് ഇവരെല്ലാം? ഇതെല്ലാം ഇന്ത്യൻകാര്, കാശ്മീരികളാണ്. ഈ പഹാരികൾ എന്ന് പറയുന്നത് നാടോടികളാണ്. അവർ ഈ പാശ്ചാത്യ കാശ്മീരിൽ നിന്ന് പണ്ട് നേപ്പാളിൽ നിന്നും മറ്റും ഒക്കെ വന്നിട്ടുള്ള അവർ പല ഭാഗത്തും ഉണ്ട്, പഞ്ചാബിലും ഒക്കെ ഉണ്ട്. അവർ ആ ഭാഷ സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അവരെ കോമൺ ആയിട്ട് പറയുന്നത്. ഇതിൽ തന്നെ 28ഓളം അവാന്തര വിഭാഗങ്ങളുണ്ട് ഈ ഒരു ഈ ഒരു വിഭാഗത്തിൽ തന്നെ. അപ്പൊ അവരൊക്കെ ഇപ്പം നമ്മുടെ തന്നെ ഇപ്പൊ വനമേഖലയുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലുള്ള വനമേഖലയിലൊക്കെയാണ് നമ്മൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആദിവാസി വിഭാഗത്തിന് തന്നെ പല ഗോത്രങ്ങൾ അകത്ത് താമസിക്കുന്നുണ്ട്. കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് നമ്മുടെ രാജ്യം. കാരണം അവർക്ക് അവിടെ ജീവിക്കാനേ പറ്റും. അവർക്ക് പുറത്തോട്ട് വന്ന്, കാരണം അവരവിടുത്തെ വനവിഭവങ്ങളും മറ്റും അതുമായി ചേർന്ന് നിന്ന് ജീവിക്കുന്നവരാണ്. അപ്പൊ നമുക്കൊരു മാസമായിട്ടുള്ള ഒരു അറ്റാക്ക് നമുക്ക് അവിടെ നടത്താൻ പറ്റില്ല. കാരണം പലപ്പോഴും ഭീകരർ ഇവരെ മറയാക്കിക്കൊണ്ടാണ് ഈ പരിപാടികൾ മുഴുവൻ ചെയ്യുന്നത്. ഭീകരരെ സംബന്ധിച്ച് അവർ 4-5 പേരേ ഉള്ളൂ. ഇന്ത്യൻ സേന ഒരു ഓപ്പറേഷൻ നടത്തുന്നത് 4-5 പേരെ കൊണ്ടല്ല, അത് വലിയ സന്നാഹമായിട്ടാണ് പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഒരു AK-47 ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതല്ല, ലേസർ ഗണ്ണുകൾ അടക്കമുള്ള വലിയ ആയുധങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അത് നമ്മുടെ ഒരു വലിയ വിഷയം തന്നെയാണ്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൈന്യം ഗുജ്ജറുകൾക്ക് ഒരു 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 നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ ഈ വനത്തിൽ നിന്ന് ഒഴിയണം, ഈ ഓപ്പറേഷൻ കഴിയുന്നവരെ നിങ്ങൾ വനത്തിലേക്ക് കയറരുത്. കാരണം ഫയർ നടക്കും, വെടിവെപ്പ് നടക്കും, സ്വാഭാവികമായിട്ട് കാഷ്വാലിറ്റീസ് ലോക്കൽസിനുണ്ടാകാം. നിങ്ങൾ അതുപോലെ തന്നെ ആട് മേയ്ക്കാനായിട്ട് നിങ്ങൾ വനത്തിൽ കയറരുത് എന്നൊരു നിർദ്ദേശം ഇപ്പോൾ അവിടുത്തെ ഗുജ്ജർ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. അത് ഇന്നലെ നൽകിയിരുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ ഈ നേരത്തെ എനിക്കുണ്ടായ സംശയം പോലെ, ഇല്ലെങ്കിൽ ചില പ്രേക്ഷകരൊക്കെ ചോദിച്ച പോലെ ഇതങ്ങ് നശിപ്പിച്ചാൽ പോയെന്ന് ചോദിച്ച പോലെ അത്തരത്തിലൊരു ഓപ്പറേഷനാണ് സൈന്യം നീങ്ങുന്നത്. ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നമ്മൾ കേട്ടിട്ടില്ല.
അതായത് അതിനകത്തുള്ളവരെ ഒഴിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇത് ഒഴിപ്പിക്കുകയാണ്. അതായത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് സേന. കാരണം ഇതോടുകൂടി ഇത് തീർക്കുക, അല്ലെങ്കിൽ ഇതോടുകൂടി തലവേദന ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇവർ തുരങ്കത്തിൽ ഉണ്ട് ഇതിനുള്ളിൽ എന്നുള്ളതാണ്. കാരണം ജനങ്ങളില്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിൽ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് വെടിവെക്കാൻ പറ്റും. കാരണം ഒരു ഗ്രാമീണനും മരിക്കില്ല, ഇല്ലെങ്കിൽ അയാളുടെ കന്നുകാലികൾ മരിക്കില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും സംഭവിക്കില്ല. ഭീകരരും സൈന്യവും മാത്രമല്ല, നേർക്കുനേർ എന്ന് നമ്മൾ പറയുന്നത് പോലെ നേർക്കുനേറായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ അതിനകത്തുള്ള വിഭാഗത്തിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് കാട് കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ കാട്ടിലൊക്കെ ഈ മേയ്ക്കാനും മറ്റുമൊക്കെ പോയി ജീവിക്കുന്ന ഗുജർ വിഭാഗത്തിനോട് പറഞ്ഞത് നിങ്ങൾ അവിടെ നിന്ന് ഒഴിയണം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. ഇതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. പിന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ട്. പ്രാദേശിക സഹായം കിട്ടാതെ ഒരിക്കലും തീവ്രവാദിക്ക് അവിടെ പറന്നിറങ്ങാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഇത്ര ദിവസം തങ്ങാൻ പറ്റില്ല, ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ. എന്തായാലും അരിയും പഞ്ചസാരമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ബസ് കയറി വരാൻ പറ്റില്ലല്ലോ ഭീകരവാദികൾ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് 150 പേർ കസ്റ്റഡിയിലാണ്. ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു വാർത്ത, നമ്മുടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു നാവിക ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കൊന്നില്ല, ഭർത്താവ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഈ നാവിക ഉദ്യോഗസ്ഥന്റെ സഹോദരൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇവരെല്ലാം കൂടെ ഗ്രൂപ്പായിട്ടാണ് പോയിരുന്നത്. അപ്പൊ അവര് പറയുന്നത്, ഈ ഇവിടെ കുതിരക്കാരെല്ലാവരും തന്നെ ഈ തീവ്രവാദത്തിന് സഹായം ചെയ്തു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് വിടാനായിരുന്നു അവർക്ക് താല്പര്യം. അത് രണ്ടായിട്ട് വിടുക എന്നുള്ളതല്ല, ഒരുമിച്ച് പോകാം എന്നുള്ള രീതിയിലായിരുന്നു അവർ നിന്നത്. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും പലരുടെയും മതം ഈ കുതിരക്കാർ തന്നെ അറിഞ്ഞിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുതിരക്കാരിൽ പലരും, അവിടെ ഈ നൂറുകണക്കിന് കുതിരകൾ ആണ് ഈ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കി നിർത്തുന്നത്, ഈ യാത്രയ്ക്ക് വേണ്ടി. അവരെല്ലാവരും തന്നെ സ്ഥലം കാലിയാക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. അതാണ്. അപ്പം ഇപ്പൊ NIA ഈ ഒരു കൊല്ലപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കണം ആളുകളുടെ ചേട്ടാ. അതായത് ഈ വരുന്ന വിനോദസഞ്ചാരികളോട് ഈ മതം ചോദിക്കുക എന്നുള്ളതുണ്ടല്ലോ. അതിപ്പോ ഈ കശ്മീരിൽ ഭീകരവാദികളോട് ISI ആയിട്ട് ബന്ധമുള്ള കശ്മീരികളായിക്കോട്ടെ, സാധാരണ കശ്മീരികൾ പോലും ഈ മതം ചോദിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. എന്തിനാണ് ഇവർ ഈ മതം ചോദിക്കുന്നത്? ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് ഇവിടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അവിടെ ഒരു കശ്മീരിൽ നിന്ന് വന്ന ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഇയാളടുത്ത് പോയി സംസാരിച്ചു. ഞാനന്ന് ഡിഗ്രിക്കോ പ്ലസ് ടുവിനോ പഠിക്കുകയായിരുന്നു. അന്ന് എന്റെ ക്യൂരിയോസിറ്റിക്ക് ഞാൻ പോയി സംസാരിച്ചതാണ് ഇയാളോട്, നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണ് ചെയ്യുന്നത്? കാരണം ഇയാൾ ഒരു പ്രത്യേക വേഷത്തിലാണ് നിൽക്കുന്നത്, മനസ്സിലായി? ഒരു പ്രത്യേക വേഷത്തിൽ ഒരു സഞ്ചി തൂക്കിയിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്, എവിടെ നിന്നാണ്, എന്ത് ചെയ്യാണ്. അപ്പോ അയാൾ ആദ്യം എന്നോട് ചോദിച്ചതും, നിങ്ങളുടെ മതം എന്താണ്, നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ളതാണ് ആദ്യം എന്നോട് ചോദിച്ചത്. അപ്പൊ എന്റെ കഴുത്തിൽ ഏലസ് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇതിലൊക്കെ ഭയങ്കര വിജിലന്റ് ആണ്. അപ്പൊ ഏലസ് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമല്ലോ ഏതാണെന്ന്. അപ്പൊ അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ചിരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത്. ഇവരിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചുമ്മാ മതം ചോദിക്കുക, അതെന്താണ്? അതിന്റെ ചേതോവികാരം എന്താണ് ഇവരുടെ? തനിഷേ, ഈ കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ കുമിളിയില് ഇസ്രായേലിൽ നിന്ന് വന്നൊരു ദമ്പതികൾ അവിടെ ഈ കാശ്മീരികളുടെ കടയിൽ കയറി. അവിടെ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഇവർ ഇസ്രായേലി ആണെന്ന് കേട്ടപ്പോഴേ ആ കടക്കാരൻ ചാടി വീഴുകയായിരുന്നു ഇവരുടെ നേരെ. ഇറങ്ങി പോകാൻ പറയും, ഇവരെ മർദ്ദിക്കാനായി കൈ ഉയർത്തുന്നു. അപ്പോൾ കാശ്മീരുടെ ഒരു പൊതുവായ നേച്ചർ ഇത് തന്നെയാണ്. ഇല്ലെങ്കിൽ കേരളം അടക്കമുള്ളിടത്ത് വ്യാപാരത്തിന് വേണ്ടി വന്നു നിൽക്കുന്ന കാശ്മീരികൾ, നമ്മളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും കച്ചവടത്തിന് പോകണം, മാനവ വെച്ചിട്ട് മര്യാദക്കെങ്കിലും നിൽക്കും. പക്ഷെ അവിടെ അവർക്ക് തിളച്ചു മറിഞ്ഞത് എന്താണ്? ഇസ്രായേലുകാര് ഈ ഹമാസിനോട് കാണിക്കുന്നതിന്റെ പ്രതികാരമാണ് അവർ കുമിളി കാണിച്ചത്. ഞാൻ ഈ പറയുന്നത് കാശ്മീരിലെ കാര്യമല്ല, കേരളത്തിലെ തേക്കടിയിലെ കുമിളിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഈ ആദിലിനെയൊക്കെ നമ്മൾ വെള്ള പൂശുമ്പോൾ, ആദിൽ പിടഞ്ഞു മരിച്ചത് കണ്ടില്ലേ, ആദിലാണ് ദൈവം എന്നൊക്കെ പറയുമ്പോൾ, ഈ ആദിൽ ഇതിനകത്ത് എന്താ പങ്കെന്നുള്ളത് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. NIA അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ 150 പേര് അകത്തായിട്ടുണ്ട്. പിന്നെ NIA ഈ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ പോയിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യമാരോടും, ഈ ഭാര്യമാരെ ഇല്ലെങ്കിൽ ബന്ധുക്കൾ ആരാണെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റോട് ഇപ്പൊ NIA എടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും കൂടുതൽ പേര് അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. അതായത് രണ്ടും കൂടെ ഒരുമിച്ച് പോകില്ല. അതായത് നിങ്ങൾക്കൊരു വരുമാന മാർഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നിട്ട് തന്നത്. കാരണം അവിടെ തീവ്രവാദം അവസാനിപ്പിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളെ കൂടുതലായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ അതിനിടയിൽ കൂടെ നിങ്ങളുടെ നയം കൂടെ നടപ്പാക്കാൻ ഇത് പാകിസ്ഥാൻ അല്ലല്ലോ, ഇത് ഇന്ത്യയാണ്. അതിനകത്ത് ഇപ്പം മതത്തിന്റെ കരച്ചിൽ നടത്തിയാലും ഇല്ലെങ്കിൽ മനുഷ്യാവകാശ കരച്ചിൽ നടത്തിയാലും യാതൊരു ദാക്ഷിണ്യവും വേണ്ട, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടുത്തെ വ്യാപാരി വ്യവസായികൾ പറയുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്ത് വലിയ ക്യാമ്പയിൻ നടത്തി വീണ്ടും കാശ്മീരിലേക്ക് ആളെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അവിടെ ആൾക്കാർ എത്തില്ല. ഇനിയിപ്പോ സർക്കാർ മുൻകൈ എടുത്താൽ ആളുകൾ ഫ്രീ ആയിട്ട് വരത്തില്ല. അവർ പൈസ മുടക്കി ജീവൻ കളയാൻ വേണ്ടി വരില്ല. കാരണം
അവരിപ്പോൾ അനുഭവിക്കുന്നു, ബഹുഭൂരിപക്ഷം പേരും അനുഭവിക്കുന്നു. അവർ തീവ്രവാദത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും. നമുക്ക് ചില വീഡിയോസ് ഒക്കെ കാണാം, അവിടുത്തെ ചില ആളുകളൊക്കെ ഇപ്പോഴും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വിദ്യാസമ്പന്നരല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ അമിതമായിട്ട് ഈ മതപഠനം ഇവരെ ഒരു മതഭ്രാന്തന്മാരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വലിയ വിഷയം. അപ്പൊ ഇത് രണ്ടും കൂടെയാണ് ഈ സഹായം, പ്രാദേശിക സഹായം ഇല്ലാതെ ഒരിക്കലും ഭീകരർക്ക് കാശ്മീരിൽ വരാനോ ഇത്ര ദിവസം തങ്ങാനോ ഒന്നും കഴിയില്ല. ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. പണ്ട് ഈ ജനങ്ങളെ പ്രകോപിപ്പിച്ച് പൈസ കൊടുത്ത് എറിയുമായിരുന്നു. ഇപ്പൊ അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ പണി പാളുമെന്ന് അറിയാവുന്നതാണ് ഏറ് നിർത്തിയത്, അല്ലാതെ അവിടെ വിശാല മനസ്കതയൊന്നും അല്ല. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നിരപരാധികളുണ്ട്. നമ്മൾ എല്ലാ കാശ്മീരികളെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. അതിൽ നല്ലവരായ ആളുകൾ, എല്ലാത്തിലും നല്ലവരും ചീത്തവരും ചീത്തയായിട്ടുള്ള ആളുകളും ഉണ്ടല്ലോ. അത് നല്ലവരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് വലിയ കൊള്ളയായിരുന്നു ഇവന്മാർ കാശ്മീർ നടത്തിക്കൊണ്ടിരുന്നത്. മറ്റൊരു കാര്യം, അതായത് ഹോട്ടലിലൊക്കെ സീസൺ ടൈമിൽ 20,000 25,000 ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അങ്ങനത്തെ കൊള്ളകൾ നടക്കുന്നുണ്ട്. അപ്പൊ അത്രയും കൊള്ള മുതൽ നടത്തി ലാഭം കൊയ്യുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അതോടൊപ്പം വിനോദസഞ്ചാരികളെ ഒറ്റിക്കൊടുത്ത് കൊല്ലാനും കൂടെ ശ്രമിക്കുന്നതിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ വളരെ വിചിത്രമായ മാനസികാവസ്ഥയാണ്. അപ്പൊ ഇനി അവിടെ വരുമാനം ഇല്ലാതെ കിടക്കുക എന്നുള്ളത് വലിയ കാര്യം. പണ്ടത്തെ പോലെ തന്നെ സർക്കാരിന് റേഷൻ കൊടുക്കുക, ആ റേഷൻ മേടിച്ച് കഴിയുക. അവർക്ക് മനസ്സിലാകണം ഇത് കണക്കുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർ കരുതിയത് പഴയതുപോലെ ഇന്ത്യ ഒന്ന് പേടിപ്പിക്കും, ഈ ഭീകരന്മാരെ തപ്പി ഇറങ്ങും എന്നൊരു കണക്കൂട്ടിലായിരിക്കാം അവരത് ചെയ്തത്. പക്ഷെ എന്തായാലും ഇപ്പം പണി പാളി എന്നുള്ളതാണ്. കാരണം കാശ്മീരിൽ കൂട്ടത്തോടെ പിടിയിലാകുന്ന, കാശ്മീരിൽ തന്നെയുള്ള പൗരന്മാർ പിടിയിലാകുന്ന, അല്ലെങ്കിൽ ആ പ്രദേശവാസികൾ പിടിയിലാകുന്ന സാഹചര്യം, അവരുടെ വീട് വീടാന്തരം കയറിയിട്ടുള്ള ചെക്കിങ്ങും റെയ്ഡുകളും നടക്കും. ഇതൊന്നും കാശ്മീരിൽ മുമ്പ് കണ്ടിരുന്നില്ല. അല്ലെങ്കിൽ കാശ്മീരിലെ ഒരു വിഭാഗം ഈ തീവ്രവാദികൾ തലവടിക്കുന്നവരും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അനുഭവം ഇല്ലാത്തൊരു സാധനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ ശരിക്കും ഇപ്പൊ ഒന്ന് ഭയന്നിട്ടുണ്ട്. കാരണം രാജ്യം ഒന്നടങ്കം തിരിഞ്ഞു. ഇവരതിനെ പെട്ടെന്ന് ചെയ്തൊരു പണി. ഞാൻ ഇപ്പോഴും സംശയിക്കുന്നത്, ഈ ആക്രമണം നടന്നു, ഞാൻ അവരെ തെറ്റിദ്ധരിക്കുകയൊന്നുമല്ല, അങ്ങനെ ആരും ചിന്തിക്കുകയും കരുത്. ഈ ആക്രമണം നടന്ന ആ ദിവസം തന്നെ കാശ്മീർ പലയിടത്തും പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി ഭീകരവാദികൾക്കെതിരെയായിട്ട്. അത് ഒരു വെള്ളപൂശലിന്റെ ഒരു ഭാഗമാണോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. പൊടുന്നനെ അനവധി പ്രകടനങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ പാകിസ്ഥാനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തതാണ്. എന്റെ ചിലപ്പോൾ ഒരു വികലമായ ചിന്തയായിരിക്കും, ഇത് എന്റെ വ്യക്തിപരമായ ചിന്തയും എന്റെ വ്യക്തിപരമായ കാര്യവും മാത്രമാകാം. അത്ര പെട്ടെന്ന് കാശ്മീരിൽ ഇതേപോലെ വന്നു. പക്ഷെ നമ്മളെ മാധ്യമങ്ങളും നമ്മളും ഒക്കെ അതിന് നല്ല മനസ്സായിട്ട് തന്നെയാണ് അത് കണ്ടതും വാർത്ത നൽകിയതും. പക്ഷെ എനിക്കത് പലപ്പോഴും അങ്ങനെ തോന്നിയിരുന്നില്ല. കാരണം ഇങ്ങനെ ആ ഒരു പ്രദേശത്ത് ഇങ്ങനെ വരിക അതില് എന്നുള്ളത്. പ്രധാനപ്പെട്ട അന്ന് തന്നെ ഉയർന്ന ഒരു ആരോപണമുണ്ട്. ഈ മെഴുകുതിരി കത്തിച്ച് ഒരു പ്രകടനം നടന്നിരുന്നല്ലോ. മെഴുകുതിരി കത്തിച്ച് അവിടെ കൊല്ലപ്പെട്ട ആൾക്കാർക്ക്, അങ്ങനെ മെഴുകുതിരി കത്തിച്ച് പ്രകടനം നടത്തുന്നതിൽ പല ആൾക്കാരുടെയും ഫോട്ടോ അവർ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വളരെ ഹാപ്പി ആയിരുന്നു അവരൊക്കെ. സാധാരണ നമ്മളൊരു ഭീകരാക്രമണം നടത്തുമ്പോൾ മെഴുകുതിരി കത്തിച്ചിപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ മെഴുകുതിരി കത്തിച്ച് പ്രകടനം നടത്തുമ്പോൾ നമ്മൾ ചിരിക്കുവോ? ഒരു വലിയൊരു ദുരന്തം നടക്കും. ഇവർ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു. അന്ന് തന്നെ ഈ കോൺസ്പിറസികളൊക്കെ, ഈ വിഷയങ്ങളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പിന്നെ ഞാനത് പ്രധാനമായിട്ട് എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അല്ല, ഇത് ശരിയാണ്. നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുന്നതല്ല, അവർ ചെയ്ത കാര്യങ്ങളെ വില കുറച്ച് കാണുന്നില്ല. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെയാണ് നമുക്കത് തോന്നുന്നത്. പൊടുന്നനെയൊക്കെ കാശ്മീരിൽ അങ്ങനെയുള്ള ഈ പ്രകടനങ്ങളും മെഴുകുതിരി കത്തിക്കലൊക്കെ അങ്ങനെ വലിയ സംഭവം അപൂർവമാണ്. ഏതായാലും സംഭവിച്ചത് നല്ല കാര്യം തന്നെ. അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ പാകിസ്ഥാനൊക്കെ എതിരെയാണ്, അതും വളരെ നല്ല കാര്യം തന്നെയാണ്. സംഭവിച്ചതെല്ലാം നല്ലത്. ഇനി സംഭവിക്കുന്നതും നല്ലതിനെന്ന് കൂടി എല്ലാവരും കരുതിയാൽ നല്ലതായിരിക്കും. താങ്ക് യു ചേട്ടാ.